OTT വേണമെങ്കിൽ കാണാം. ഞാനൊക്കെ മറ്റേ 30 രൂപയ്ക്ക് പ്രൊമോഷൻ ടിക്കറ്റാണ് എടുത്ത അവരാത് നോക്കി കളഞ്ഞു. 150 രൂപയ്ക്കൊന്നും ഇരുന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല. OTT വരുമ്പോൾ കാണാം. ഒട്ടും കൊള്ളൂല. അവസാനമൊക്കെ വെറും അലമ്പ്. ഒട്ടും കൊള്ളൂല. ഇരുന്ന് എങ്ങനെയൊക്കെയാണ് കണ്ട ലാസ്റ്റ് കട്ടി വീതിയൊക്കെ വെച്ച് എന്തൊക്കെയോ കാണിക്കണ്. അരമണിക്കൂർ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നിട്ട് അവരാത് നോക്കി കളഞ്ഞു. 6000 കൊണ്ടുവന്ന് ഒട്ടും കൊള്ളൂല. ഇരുന്ന് എങ്ങനെയൊക്കെയാണ് കണ്ട ലാസ്റ്റ് കട്ടി വീതിയൊക്കെ വെച്ച് എന്തൊക്കെയോ കാണിക്കണ്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നമുക്ക് ഡീസെന്റ് ആയിട്ട് കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് വന്നിട്ട് ഒട്ടും കൊള്ളൂല. അവസാനമൊക്കെ വെറും അലമ്പ്. അങ്ങനെ വാഴയുടെ അടുത്തൊന്നും ഇല്ല. അങ്ങനെയെന്ന് വെച്ച് നോക്കിയാൽ വാഴയൊക്കെ അത്യാവശ്യം നല്ല പടം കണ്ടോണ്ടെങ്കിലും ഇരിക്കുക. ഇതെന്തോ ടൈം വാച്ചബിൾ. OTT വേണമെങ്കിൽ കാണാം. പൈസ മുടക്കി ഞാനൊക്കെ മറ്റേ 30 രൂപയ്ക്ക് പ്രൊമോഷൻ ടിക്കറ്റാണ് എടുത്ത വാഴ 150 രൂപയ്ക്കൊന്നും ഇരുന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല. OTT വരുമ്പോൾ കാണാം. അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ അത്രയ്ക്ക് ഇരുന്ന് കാണാണ്ട് OTT അങ്ങനെയാണെ കാണാൻ കൊള്ളാം. AC കൊണ്ടിരിക്കുക. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയണ. ബാക്കിയുള്ള അഭിപ്രായം അല്ലല്ലോ. എന്റെ അഭിപ്രായം ഞാൻ പറയാണ്. അതാണ് ഞാൻ പറയണം. എല്ലാവരും അഭിപ്രായം എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ അഭിപ്രായം ഇതാണ്. അത്രേ ഉള്ളൂ. എടുത്ത് ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കുഴപ്പമില്ല. അത്ര തന്നെ. ആ നടനും അത്യാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. മറ്റേ ഈ നടന്റെ കൂടെ ഒരു മറ്റേ വാഴയിലൊക്കെ ഉള്ള ഒരു അവനും അത്യാവശ്യം നൈസായിട്ട് നിന്നോട്ട്. കുഴപ്പമില്ല ബ്രോ. അത്യാവശ്യം കണ്ടോണ്ടിരിക്കുക സിനിമ കണ്ടോണ്ടിരിക്കുക. ലവ് സ്റ്റോറി വലിയ ഇതില്ലെങ്കിലും കുഴപ്പമില്ല. 1.5 മണിക്കൂറോളം എളുപ്പം പോയി. വലിയ കുഴപ്പമൊന്നുമില്ല.